വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 1 എല്ലാ ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതോടുകൂടി 2025 ഇംഗ്ലീഷ് പാഠഭാഗങ്ങൾ തീർത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസിലെ യൂണിറ്റ് 1 ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്ക് യൂണിറ്റ് 1 ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളോട് നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐ ആം, നിങ്ങളെ പേര് എഴുതുക. ദിസ് ഈസ് മൈ ബിഹേവ്, ഇത് എൻ്റെ ബിഹേവ് ആണ് എന്ന് എഴുതണം. ഐ ആം, പിന്നെ പേര് തസ്നിം എന്നായതുകൊണ്ട് ഞാൻ എന്ത് എഴുതും, തസ്നിം എന്ന് എഴുതും. നിങ്ങൾ എന്ത് എഴുതുക, നിങ്ങളുടെ പേര് എഴുതുക. ഇതാണ് ആദ്യത്തെ ആക്ടിവിറ്റി എന്നല്ല, നിങ്ങളുടെ ബുക്ക് തിരിച്ചറിയുക എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒഫീഷ്യലായിട്ട് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. യൂണിറ്റ് 1 ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആക്ടിവിറ്റി 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റസ് കളർ ദ പിക്ചർ. ഇവിടെ ഒരു ബസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ബ്ലൂ ബസ്സിൻ്റെ കഥയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇവിടെ ഒരു ബസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് കളറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബസ് കളർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ദിസ് ഈസ് എ, ഇതെന്താണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ദിസ് ഈസ് എ ബസ് എന്ന് നിങ്ങൾ പറയണം. ദിസ് ഈസ് എ ബസ് എന്ന് നിങ്ങൾ പറയാം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 2 വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ, എന്താണ് ഇവിടെ ഹൈഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ദെൻ കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട് ഇൻ ദം. നമ്മൾ ഡോട്ടുള്ള ഷേപ്പിൽ നിങ്ങൾ കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ ചിത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആദ്യം നിങ്ങളെന്ത് ഒന്ന് കളർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു കാറിൻ്റെ ചിത്രം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളോട് ചോദിക്കുകയാണ് എന്ത്, ദിസ് ഈസ് എ, നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്ത ആ സാധനത്തിൻ്റെ പേര് നിങ്ങളിവിടെ എഴുതണം. ദിസ് ഈസ് എ കാർ എന്ന് നിങ്ങൾ എഴുതി. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഡോട്ടുള്ള എല്ലാ ഷേപ്സിനും നിങ്ങൾ കളർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് എടുക്കാം. ആക്ടിവിറ്റി 3 ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾ ആൻഡ് കളർ ദം ടു. നമുക്ക് നമ്മുടെ വെഹിക്കിൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ നമുക്ക് കളർ ചെയ്യാം. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ വെഹിക്കിൾ യു ഹാവ് ഐഡൻറ്റിഫൈ ഇൻ ദ പിക്ചർ. നിങ്ങൾ പിക്ചറിൽ കണ്ടുപിടിച്ചിട്ടുള്ള വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് നേരെ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യം നമ്മളോട് ചോദിച്ചത് ബസ് ഉണ്ടോ എന്നാണ്. യെസ്, ബസ് ഉണ്ട് അല്ലേ? യെസ്, ബസ് ഉണ്ട്. നിങ്ങൾ ബസ്സിന് ടിക്ക് മാർക്ക് ചെയ്യാം. ബൈസിക്കിൾ ഉണ്ടോ? യെസ്, ബൈസിക്കിൾ ഉണ്ട്. ടിക്ക് മാർക്ക് ചെയ്യാം. സ്കൂട്ടർ ഉണ്ടോ? യെസ്, സ്കൂട്ടർ ഉണ്ട്. ടിക്ക് മാർക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ട്രെയിൻ ഉണ്ടോ? ഇല്ലല്ലേ? ട്രെയിൻ ഇല്ല. നിങ്ങൾ അവിടെ ടിക്ക് മാർക്ക് ചെയ്യണ്ട. അടുത്ത എയറോപ്ലെയിൻ ഉണ്ടോ? ഇല്ല അല്ലേ? എയറോപ്ലെയിൻ ഇല്ല. ജീപ്പ് ഇല്ലല്ലേ? ഉണ്ട്, ജീപ്പ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ടിക്ക് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് മോട്ടോർ ബൈക്ക് ഉണ്ടോ? യെസ്, ഉണ്ട്. ദെൻ ഓട്ടോറിക്ഷ, യെസ്, ഉണ്ട്. കാർ ഉണ്ടോ? കാറ് ഇല്ലല്ലേ? ദർ ഇസ് നോ കാർ. ദെൻ നെക്സ്റ്റ് ലോറി ഉണ്ടോ? ലോറി ഇല്ല. ബോട്ട് ഉണ്ടോ? ബോട്ടും ഇല്ല. പിന്നെന്താ ഉള്ളത്? വാൻ ഉണ്ടല്ലേ? യെസ്, വാൻ. നിങ്ങളിത് ആദ്യം ചിത്രം കളർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ കണ്ട ചിത്രത്തിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിട്ടുള്ള ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിന് നേർക്ക് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ ഡ്രോ ആൻഡ് കളർ ഇറ്റ്. നിങ്ങൾക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിൻ്റെ പിക്ചർ നിങ്ങളിവിടെ കൊടുക്കുക. ആൻഡ് ഡ്രോ ആൻഡ് കളർ ഇറ്റ്. നിങ്ങൾ വരക്കും ചെയ്യണം, അതുപോലെ നിങ്ങൾ കളർ ചെയ്യണം. ഞാൻ എൻ്റെ ഫേവറേറ്റ് വെഹിക്കിളിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ഡ്രോ ചെയ്ത് കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് വെഹിക്കിളിൻ്റെ ഡ്രോ ചെയ്ത് കളർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ വെഹിക്കിളിൻ്റെ പേരൊന്നിവിടെ എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ലെറ്റ് us match suitable and draw a line and connect the vehicle and its name. നിങ്ങൾ അതിൻ്റെ പേരിന് നേരെ നിങ്ങൾ അതിൻ്റെ വെഹിക്കിൾ എന്ത് ചെയ്യുക, വരച്ച് മാച്ച് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ചിത്രം നോക്കിയിട്ട്. ഇവിടെ ഒരു റെഡ് സ്കൂട്ടർ എന്ന് എഴുതിയതിന് നേരെ സ്കൂട്ടറിനെ വരച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബ്ലൂ മോട്ടോർ ബൈക്ക്, ഇതിലെവിടെ ബ്ലൂ മോട്ടോർ ബൈക്ക്? യെസ്, ദിസ് വൺ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽക്ക് നേരെ നിങ്ങൾ വരക്കണം. ദെൻ നെക്സ്റ്റ് എന്താണ്? യെസ്, ഗ്രീൻ ജീപ്പ് എവിടെ ഉള്ളത്? യെസ്, ഇവിടെ അല്ലേ? ദെൻ നെക്സ്റ്റ് ഏതാ? യെസ്, ബ്ലാക്ക് ബൈസിക്കിൾ. യെസ്, അത് ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ആക്ടിവിറ്റി 6 ലെറ്റ് us കംപ്ലീറ്റ് ദ പിക്ചർ യൂസിങ് ദ സ്റ്റിക്കർ. നമ്മൾ സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ
കംപ്ലീറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ലെറ്റ് us കംപ്ലീറ്റ് ദ പിക്ചർ വിത്ത് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. അതൊരു ക്ലാസ് വർക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദേ ടോക്കിംഗ്, കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. എന്താണ് അവർ സംസാരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്. ആൻഡ് കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ, അവർ സംസാരിക്കുന്ന അവരുടെ വർത്തമാനം നിങ്ങളോട് പൂരിപ്പിക്കാനാണ് പറയുന്നത്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം. സോ സംഭാഷണം പൂരിപ്പിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. സോ നമ്മുടെ കാർ ആദ്യം പറയുന്നത് എന്താണ്, ഐ ഹാവ് വീൽസ്. ഐ ഹാവ് വീൽസ്, എനിക്ക് ചക്രമുണ്ട്. സോ നമ്മുടെ എയറോപ്ലെയിൻ എന്താ പറയണം, ഐ ഹാവ് 2 വീൽസ്, എനിക്കും ചക്രമുണ്ട് എന്ന് നമ്മുടെ എയറോപ്ലെയിൻ പറയണം. സോ അടുത്തത് എയറോപ്ലെയിൻ തന്നെ പറയാണ്, ഐ ഹാവ് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. അപ്പം നമ്മുടെ എന്ത് പറയണം, നമ്മുടെ എന്താ യെസ്, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാറിന് എന്താ ഉള്ളത് നമ്മൾ പൂരിപ്പിക്കണം. പിന്നെന്താണ്, പിന്നെ അടുത്തത് ഐ ഹാവ് എ ഹോൺ. അപ്പം നമ്മുടെ എയറോപ്ലെയിൻ പറഞ്ഞു, അവസാനം എയറോപ്ലെയിൻ പറഞ്ഞു ഐ ഹാവ് നോ ഹോൺ എന്ന കാര്യം നമ്മുടെ എയറോപ്ലെയിൻ പറഞ്ഞിട്ടുണ്ടാവുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അങ്ങനെ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ലെറ്റ് us കംപ്ലീറ്റ് എ സെൻറ്റൻസ്. നമ്മളോട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ കുറച്ച് പൂരിപ്പിക്കാനായിട്ടുണ്ട്. ഇത് ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ആൻസർ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെയിം കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. സോ ആദ്യം നമുക്ക് ബസ്സിനെ കംപ്ലീറ്റ് ചെയ്യാം. ദിസ് ഈസ് എ ഡാഷ് ബസ്. ഈ ബസ് നമുക്ക് നല്ല കണ്ടുപരിചയമുണ്ട്, യൂണിറ്റ് 1 നമ്മൾ പഠിച്ച ബസ്സാണ്. സോ ദിസ് ഈസ് എ എന്ത് ബസ്സാണ്, ഇതിൻ്റെ കളർ വെച്ച് പറയാം. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ബിഗ് ബ്ലൂ ബസ് എന്നോ അല്ലെങ്കിൽ ബ്ലൂ ബസ് എന്നോ നിങ്ങൾക്ക് അവിടെ എഴുതാം. ദ ബസ് ഹാസ് സീറ്റ്സ്. അപ്പോൾ ബസ്സിൻ്റെ ഒരു ഫീച്ചർ അവിടെ പറഞ്ഞു, ബസ് ഹാസ് സീറ്റ്, അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട്, സീറ്റ് ഉണ്ട്. ആൻഡ് ദ ബസ് ഹാസ്, പിന്നെ ബസ്സിന് എന്തുമുണ്ട്, ദ ബസ് ഹാസ്, നമ്മൾ എന്താ പറയുക, ബസ്സിൻ്റെ കുറച്ച് പാർട്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന്. ആ ക്ലാസ് ഞാൻ അവിടെ പിൻ ചെയ്യാം. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ആ ക്ലാസ് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് ഇത്രയും സ്പീഡിൽ നിങ്ങൾക്ക് പറഞ്ഞ് എഴുതി പോകാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമ്മൾ അതിൽ സൂചിപ്പിച്ചതുപോലെ ദ ബസ് ഹാസ് ഹോൺ, ലൈറ്റ്സ്, ഹെഡ്ലൈറ്റ്, വൈപ്പേഴ്സ്, പിന്നെ വിൻഡോസ്, പിന്നെ നമുക്ക് ഫിൽ ചെയ്യാടത്തോളം നമുക്ക് ഫിൽ ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നതാണ് ബസ്സിൻ്റെ പാർട്സ്. ഒരു 5 or 4 ഒക്കെ നിങ്ങളിവിടെ എഴുതി പൂരിപ്പിക്കുക. ഞാൻ ഇവിടെ കുറച്ച് കാണിക്കുന്നുണ്ട്. സോ അതുപോലെ നിങ്ങളൊന്ന് എഴുതി പൂരിപ്പിക്കുക. ദെൻ നെക്സ്റ്റ്, കാർ നമുക്ക് നോക്കാം. ദിസ് ഈസ് എ റെഡ് കാർ, അല്ലെങ്കിൽ വെറും കാർ എന്നോ നിങ്ങൾ എഴുതാം. ദെൻ നെക്സ്റ്റ്, ദ കാർ ഹാസ് സീറ്റ്സ്. ബസ്സിന് പറഞ്ഞ പോലെ കാറിന് എന്തുണ്ട്, സീറ്റ് ഉണ്ട്. ദ കാർ ഹാസ്, കാറിന് എന്തൊക്കെ ഉണ്ട്, ടയറ്, സീറ്റ്, വിൻഡോ, ലൈറ്റ്, പിന്നെ എന്താ വൈപ്പർ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഡോർ, അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 2ൻ്റെയും ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡു ദേ സേ. വാട്ട് ഡു ദേ സേ, ആക്ടിവിറ്റി 9. വാട്ട് ഡു ദേ സേ, അവരെന്താണ് പറയുന്നത്. വാട്ട് ഡു ദേ സേ, എന്താണ് ആദ്യം പറയുന്നത്, ഹേ കാർ ഗിവ് വേ. അപ്പോൾ എന്താണ്, ഹേ കാർ ഗിവ് വേ, എന്താണ്, ഹേ കാറേ നീ എന്താണ്, വഴിന്ന് മാറണം അല്ലേ, വഴി കൊണ്ടാ, എനിക്ക് പോകാനുള്ള വഴി കൊണ്ടാന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ കാർ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാഫിക് പോലീസ്, നമ്മുടെ പോലീസ്മാൻ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, ഇവരെന്നി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് കേട്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ഭാഗം പൂരിപ്പിക്കാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ ആ ഭാഗം എന്ത് ചെയ്യണം, പൂരിപ്പിക്കുക. ഞാൻ അവിടെ പൂരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ പൂരിപ്പിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. അപ്പോൾ നിങ്ങളോട് ഞാൻ അടുത്ത് പറയുന്നത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്, അതായത് നിങ്ങളുടെ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. സോ ആദ്യം നമ്മളെ ജീപ്പിനെ കൊടുത്തിട്ടുണ്ട്. ദ ജീപ്പ് ഹാസ് നോ വീൽസ്. ജീപ്പിന് എന്തില്ല, വീൽസ് ഇല്ല. അതുപോലെ നമ്മുടെ ലോറിക്ക് എന്തോ ഇല്ലാത്തതുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതണം. ഇപ്പോൾ നമുക്ക് ലോറിക്ക് നമ്മളെന്ത് പറയാം, ദ ലോറി ഹാസ് നോ ലൈറ്റ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, യെസ് അങ്ങനെ പറയാം, ദ ലോറി ഹാസ് നോ ലൈറ്റ്സ് എന്ന് പറയാം. ഇനി അടുത്ത്, ദ ബൈസിക്കിൾ, ദിസ് ഡാഷ് ഹാസ് നോ സീറ്റ്. ഇതെന്താണ്, യെസ് ബൈസിക്കിൾ ആണല്ലേ. സോ ദിസ് ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. ഇനി അടുത്തത്, അപ്പോൾ ഇതൊരു വാനാണ്. അപ്പോൾ നിങ്ങൾ ഈ വാനിലുള്ള എന്തെങ്കിലും ഒരു പോരായ്മയോ അല്ലെങ്കിൽ ഉള്ളതോ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് വിട്ടുതരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ പൂരിപ്പിക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, നമ്മുടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് പറയാം, ഇല്ലാത്തത് പറയാം. ഓക്കെ. ആക്ടിവിറ്റി 1, വാട്ട് വിൽ ദ
1 അല്ല, ആക്ടിവിറ്റി 11. വാട്ട് വിൽ ദ ഡോഗ് സേ? എന്തായിരിക്കും നമ്മുടെ ഡോഗ് പറയാന്നുള്ളതാണ്. ഓക്കെ. എ കപ്പ് ഓഫ് ടീ പ്ലീസ്. നമ്മുടെ പൂച്ച സാർ എന്ത് പറയാണ്? എ കപ്പ് ഓഫ് ടീ പ്ലീസ്, എനിക്കൊരു ചായ തരുമോ എന്ന് ചോദിക്കുക. ഒരു എന്താണ് നമ്മളെന്താ സാധാരണ പറയല്, ഒരു ഗ്ലാസ് ചായ തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഡോഗിൻ്റെ കയ്യിലുണ്ടായിരുന്ന കപ്പ് നിലത്ത് വീണു. അപ്പോൾ എന്തുണ്ടായി? നമ്മുടെ പൂച്ച എന്താ പറയുക? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡോഗ് എന്തായിരിക്കും പറയുക? ഐ ആം സോറി എന്ന് പറയാൻ സാധ്യതയുണ്ട് അല്ലേ? സോ നിങ്ങൾ അത് ഫില്ല് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 12. ആഡ് എ ലൈൻ ടു ദ സോങ്. നിങ്ങളോട് പറഞ്ഞത് ഇതിലേക്ക് ഒരു ലൈന് നിങ്ങൾ ആഡ് ചെയ്യണം. ഇത് നമ്മുടെ ടെസ്റ്റിലെ അവസാനത്തെ നമ്മുടെ കഥ അവസാനിക്കുന്ന ഭാഗത്തുണ്ടായിരുന്നൊരു പാട്ടാണ്, ഒരു പോയമാണ്. അപ്പോൾ നമ്മോട് പറഞ്ഞത് ഒരു ലൈനും കൂടി നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഈ സോങ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഞാൻ ആ സോങ് ഒന്ന് റീഡ് ചെയ്യാം, ഒന്ന് കേൾപ്പിക്കാം. ഗ്രീൻ ട്രീസ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. Bluebirds, you are so fine, I am so happy to see you all. അതുപോലെ നമ്മളിതിലുള്ള എന്തെങ്കിലും ഒരു ആളെ നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ പറയണം, യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. സോ നമ്മൾ എന്താ പറയുക? ഗ്രീൻ ട്രീസ് പറഞ്ഞു, അതുപോലെ ബ്ലൂ ബേർഡ്സ് പറഞ്ഞു, അതുപോലെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെഡ് റോസസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് പറയാം, റെഡ് റോസ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഇതുപോലെ നിങ്ങൾ ഇവിടെ കാണുന്ന ഇതന്നെ എഴുതണമെന്നില്ല, ഇവിടെ കാണുന്ന എന്തെങ്കിലും നിങ്ങൾ എഴുതുക. ഇവിടെ ഒരു 2 മൗസ് ഉണ്ട്, 2 ഹെന്നുണ്ട്, 2 റോസ്റ്റർ ഉണ്ട്, അതുപോലെ 2 വെഹിക്കിൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് വിട്ടിരുന്നു. സോ ഇത്രയുള്ളൂ നമ്മുടെ യൂണിറ്റ് 1 ആക്ടിവിറ്റീസ്. സോ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഞാൻ മനസ്സിലായി വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ആക്ടിവിറ്റീസ് ആയിട്ട് വരും. അങ്ങനെ യൂണിറ്റ് 5 വരെ ഉള്ളതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു തീർക്കും. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ആക്ടിവിറ്റി വെൽ. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും തിരുത്തലുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ എനിക്ക് സന്തോഷമായിക്കരം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. സോ ഇത്രയുള്ള നമ്മളെ ക്ലാസ്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ആക്ടിവിറ്റീസ് ആയിട്ട് വരും, ബാക്ക് ടു ഗ്രീൻ. അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസ് ഞാൻ ഫുള്ള് ഒരുവിധം തീർക്കാൻ നോക്കാം. സോ ലെറ്റ്സ് മൈൻഡ് അപ്പ്. താങ്ക് യു ആൻഡ് ബൈ.